വെൽക്കം ടു സിമ്പിൾ PSC. ഇന്ന് നമ്മൾ നോക്കുന്നത് പാലിയം സത്യാഗ്രഹത്തെക്കുറിച്ചിട്ടാണ്. ചെറിയൊരു ടോപ്പിക്കാണ്, വേഗം തീരും കേട്ടോ. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. നടക്കുന്നതെന്നാണ് 1947 മുതൽ 48 വരെയാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിനുള്ള കാരണം എന്തായിരുന്നു? 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാരം താഴ്ന്ന ജാതിക്കാർക്കും അഹിന്ദുക്കൾക്കും നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം എന്തായിരുന്നു? പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാരം താഴ്ന്ന ജാതിക്കാർക്കും അഹിന്ദുക്കൾക്കും കടക്കാനായിട്ട് പാടില്ലായിരുന്നു. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് എന്നാണ് 1947 ഡിസംബർ 4 ആരായിരുന്നു? സി കേശവനാണ് പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. 1947 ഡിസംബർ 4 സി കേശവൻ പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുന്നത്. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ചേന്നമംഗലം എറണാകുളത്താണ് പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് ആരാണ്? AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ ആരൊക്കെയാണ്? കുഞ്ഞുട്ടി, രമ, ഇന്ദിര, കൊച്ചിക്കാവ് എന്നിവരാണ് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ. ആരൊക്കെയാണ്? കുഞ്ഞുട്ടി, രമ, ഇന്ദിര, കൊച്ചിക്കാവ്. ഇവരുടെ നേതൃത്വത്തിലാണ് ശ്രീദേവി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദജാഥ നയിച്ചതാരാണ്? KK കൗസല്യയാണ് പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദജാഥ നയിച്ചത്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങിയ തലക്കെട്ട് നൽകി ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മലയാള മനോരമയാണ്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങിയ തലക്കെട്ട് നൽകി ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം ഏത് പത്രത്തിലായിരുന്നു? മലയാള മനോരമയിലായിരുന്നു. നമുക്ക് ഒന്നുകൂടി നോക്കാം കേട്ടോ. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. 1947-48 സമയത്താണ് നടക്കുന്നത്. പാലിയം സത്യാഗ്രഹത്തിനുള്ള കാരണം 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാരം താഴ്ന്ന ജാതിക്കാർക്കും അഹിന്ദുക്കൾക്കും നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവനാണ്. 1947 ഡിസംബർ 4. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് അല്ലേ? ചേന്നമംഗലം എറണാകുളത്താണ്. പാലിയം സത്യാഗ്രഹം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് AG വേലായുധനാണ്. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞുട്ടി, രമ, ഇന്ദിര, കൊച്ചിക്കാവ്. ഇവരുടെ നേതൃത്വത്തിലാണ് ശ്രീദേവി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പാലിയം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദജാഥ നയിച്ചത് KK കൗസല്യാണ്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സ്ത്രീകളും സത്യാഗ്രഹം അടങ്ങിയ തലക്കെട്ട് നൽകി ലേഖന പ്രസിദ്ധീകരണം ആരംഭിച്ചത് മലയാള മനോരമ പത്രത്തിലാണ് അല്ലേ. ഇപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ടോപ്പിക്കാണ് റിവൈസ് ചെയ്ത് നമ്മുടെ ചാനലിൽ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകളും ചെയ്തിട്ടുണ്ട് കേട്ടോ.